നമ്മൾ പുറത്തുള്ളവരെ കുറ്റം പറഞ്ഞ് നിൽക്കാൻ കൂടുതൽ, റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞാൽ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുവരാനായിട്ട്, അതായത് കുട്ടികളുടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് സംബന്ധിച്ച് സ്കൂളുകളിലേക്ക് കൊടുക്കുന്ന ഈ വാഹനത്തിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്നാണ് പറയുന്നത്, EIB എന്നാണ് പറയുന്നത്. അതിന്റെ പെർമിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഓടുന്നതിന് മാത്രമാണ് ഈ വാഹനം കൊടുത്തിരിക്കുന്നത്. ടാക്സ് അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്കൂൾ അധികൃതർ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനു വേണ്ടിയിട്ട് കുട്ടികളുടെ യാത്ര സംബന്ധമായിട്ട് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഈ വാഹനത്തിന് ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുന്നതിനും ആയിട്ട് സ്കൂളിൽ ഒരു ലൈസൺ ഓഫീസർ ഉണ്ടായിരിക്കണം. അതൊരു അധ്യാപകനായിരിക്കണം. അതൊരു PT സാറോ അല്ലെങ്കിൽ കായിക അധ്യാപകർ അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു അധ്യാപകന് വേണ്ടി നിങ്ങൾ ചുമതലപ്പെടുത്തണം. ഒരാള് ഇല്ലാതിരിക്കരുത്. ഈ വാഹനത്തിൽ മാത്രമല്ല, നടന്നു വരുന്ന കുട്ടികളുടെയും മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുന്ന കുട്ടികളുടെയും ഉത്തരവാദിത്തം ആ അധ്യാപകനായിരിക്കും. അവരുടെ ചോദിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കേണ്ടത്, ഞങ്ങളെന്ന് പറഞ്ഞാൽ അധികൃതരെ അറിയിക്കേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടത്, എന്ത് തരം കാര്യങ്ങളായാലും അധികൃതരെ അറിയിക്കേണ്ടത് ആ ലൈസൺ ഓഫീസർ ആയിരിക്കണം. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട്. പല സംഭവങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന, റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ പരിഗണിക്കും എന്ന് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു ഉത്തരവുണ്ട്. അതിന് പ്രകാരം ഒരു ലൈസൺ ഓഫീസർ എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ നമ്പരും കാര്യങ്ങളും പാരന്റ്സിന് കൊടുക്കുകയും വേണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്കൂൾ വാഹനത്തിലേക്ക് ആവശ്യമായ ഒരു നല്ല ഡ്രൈവറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈവറുടെ സെലക്ട് ചെയ്യുന്നതും അതുപോലെ സ്കൂൾ വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 153D കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു ഡ്രൈവർക്ക് ഒരു സ്കൂൾ ബസ് ഡ്രൈവർ ആകാൻ കഴിയുമോ? സാധാരണ ഡ്രൈവർക്ക് കഴിയില്ല. ഒന്നാമത്തെ കാര്യം, അതിൽ പറയുന്നത് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറെ മാത്രമേ ഈ സ്കൂൾ വാഹനം ഓടിക്കുവാനായിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് നമുക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, സാധാരണ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ 18 വയസ്സ് കഴിയുമ്പോഴത്തെ പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ എവിടെയെങ്കിലും കയറി പറ്റും, അങ്ങനെയൊക്കെയുള്ള പിള്ളേരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഒരിക്കലും നമ്മൾ ഈ സ്കൂൾ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കരുത്. 10 വർഷം എക്സ്പീരിയൻസ് ആയ ആളായിരിക്കണം. അതൊന്ന്. അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്, സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഈ ഡ്രൈവറെ പോസ്റ്റ് ചെയ്തത്. പിന്നെ ഈ വാഹനത്തിന്റെ പെർമിറ്റ്, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് നിങ്ങൾ ഈ ലൈസൻസ് ഓഫീസർ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഇൻഷുറൻസ്, പെർമിറ്റ് സംബന്ധമായ കാര്യങ്ങൾ, ഇതാണ് അധികൃതർ ചെയ്യേണ്ട കാര്യം. ഈ സ്കൂൾ ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, ഡ്രൈവർ ഉണ്ടോ? നമ്മുടെ ഡ്രൈവർ സ്കൂൾ ഉണ്ടോ? വന്നിട്ടുണ്ടോ? ശരി. സ്കൂൾ വാഹനത്തിന് ഒരു ഡ്രൈവറും ക്വാളിഫൈഡ് ആയ ഒരു അറ്റൻഡർ ഉണ്ടായിരിക്കണമല്ലോ. നമുക്ക് അറ്റൻഡർ ഉണ്ട് അല്ലേ? അറ്റൻഡർ ഉണ്ട്. ഈ ഡ്രൈവേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈസൻസിന്റെ ഒരു കോപ്പി ഇവിടെ ഓഫീസിൽ ഏൽപ്പിക്കണം. അത് കൃത്യമായിട്ട് പുതുക്കാൻ, അഥവാ നിങ്ങൾ മറന്നുപോയാൽ ഇവിടുത്തെ അധ്യാപകൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് അത് പുതുക്കണം. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 1-ൽ കൂടുതൽ തവണ റെഡ് ലൈറ്റ് ജമ്പിങ്, അതുപോലെ ലൈൻ ട്രാഫിക് നിയമലംഘനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. മനസ്സിലാക്കുക. അപ്പൊ സാധാരണക്കാരന് ഒരു EIB ഡ്രൈവർ ആവാൻ കഴിയില്ല. റെഡ് ലൈറ്റ് ജമ്പിങ് എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ്, എല്ലാ ലൈസൻസ് ഉള്ളവരൊക്കെ ഇല്ലേ ഇരിക്കുന്നത്? സിഗ്നൽ റെഡ് ലൈറ്റ് വരുമ്പോൾ വാഹനം നിർത്തണമെന്നാണ്. നമ്മുടെ ഉച്ചൂട്ടിയൊക്കെ അറിയാം. വരുമ്പോൾ വാഹനം നിർത്തണം എന്നുള്ളതാണ്. അപ്പൊ നിർത്താതെ പോകുന്ന, അതിന് ഫൈൻ ലഭിച്ചിട്ടുള്ള, 1-ൽ കൂടുതൽ ഫൈൻ ലഭിച്ചിട്ടുള്ളവര്. പിന്നെ ലൈൻ ട്രാഫിക്. എന്താണ് ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ? ലൈൻ ട്രാഫിക്. ലൈൻ നമ്മൾ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുന്ന ഭാഗത്ത് വരച്ച് തിരിച്ചിട്ടുണ്ടല്ലോ ലൈൻ എന്ന് പറയുന്നത്. അതല്ലാതെ അത് കടന്ന് അപ്പുറം വഴിയൊക്കെ പോയിട്ട് നമ്മൾ ഫൈൻ ലഭിക്കുന്ന ആൾക്കാർ, മഞ്ഞ ലൈനൊക്കെ കട്ട് ചെയ്ത് പോയിട്ട് ഫൈൻ ലഭിക്കുന്ന ആൾക്കാർക്ക് EIB ഡ്രൈവ് ഒരു 2 തവണ കൂടുതൽ ഫൈൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. അതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളാകരുത്. മദ്യപിക്കുന്ന ആളാണോ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും മദ്യപിക്കുന്ന ആളാണോ? വാഹനം ഓടിക്കുന്നത് മദ്യപിക്കുന്ന ആളാണെന്ന് അറിയാനായിട്ട് നമുക്ക് നിങ്ങളുടെ PTA നിന്നും പാരന്റ്സിന്റെയോ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ ഇടയ്ക്ക് വാഹനം ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിയമപരമായിട്ട് അധികാരമുണ്ട്. ഇടയ്ക്ക്